കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എന്തുകൊണ്ടാണ് കോപ്പിത്തീം എന്ന ഷോപ്പിൽ ഇത്രയധികം ആൾക്കാർ നൈറ്റ് വന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. 3rd ഫ്ലോറിലുള്ള ഞങ്ങളുടെ ഓഫീസിലെ പണിയെല്ലാം തീർത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കോപ്പിത്തീമിൽ വന്നിട്ടുണ്ട്. ആംബിയൻസ് എല്ലാം അടിപൊളിയാണ്. ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള ഒരു ആർക്കിടെക്ട് ഫെമാണ് കേട്ടോ. എന്തായാലും എനിവേ നമ്മളുടെ മെയിൻ കോഴ്സിലേക്ക് വരാം. നമുക്ക് മെനുവിനെ പറ്റി ഒന്നും അറിയില്ല. ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം എന്താണെന്ന് പോലെ അറിയാതെ നമ്മൾ കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പേഴ്സണെ നമ്മളെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് റാമി മുനിയർ. റാമിയാണ് നമുക്ക് വേണ്ടി നമ്മുടെ മെയിൻ പരിപാടി. ആദ്യമായിട്ട് സ്റ്റോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാം, എങ്ങനെ ഭക്ഷണം എടുക്കാം, എങ്ങനെ കഴിക്കാം എന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയൽ വരെ യൂട്യൂബിൽ നോക്കി നമ്മളോട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചിറ്റാറ്റിംഗ് കൊണ്ട് മെയിനായിട്ട് ഫോക്കസിങ് മെനുവിൽ തന്നെയാണ് ആളതിൻ്റെ പണി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളുടെ കലാപരിപാടികൾ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് കണ്ടിട്ട് അവിടുത്തെ ഒരു ഈ ക്രൗഡിൽ ഏറ്റവും അലമ്പായിട്ടുള്ള ക്രൗഡ് നമ്മളായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മഞ്ചിങ് ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് സ്റ്റാർട്ട് ചെയ്തു കഴിക്കാനായിട്ട്. അതിനുശേഷം ഒബ്വിയസ്ലി എല്ലാവരും ചിറ്റാറ്റിങ് പരിപാടികളൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓരോരോ ഫുഡുകൾ നമ്മൾ 3 ഐറ്റം ഫുഡാണ് ഓർഡർ ചെയ്തത്. എനിവേ ഇത് ഫസ്റ്റ് ഫുഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ഇതൊരു പാസ്തയാണ്. ഓവറായിട്ട് സ്പൈസി ഒന്നുമില്ല, ന്യൂട്രലാണ്. ഞാനപ്പോൾ അതിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ഒരു സ്റ്റിക്കി ഒരുപാട് ഫ്ലേവേർഡ് അല്ലെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇവരെല്ലാം തന്നെ വെജിറ്റേറിയൻ പീപ്പിളാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കി റൈസ് വിത്ത് വെജിറ്റബിൾ കറിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇവർ രണ്ടുപേരും. ഈ കാണുന്ന പാസ്ത വളരെ അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. വർത്ത് മണിയാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും പോവുകയാണെങ്കിൽ. അതുകൂടാതെ തന്നെ നമ്മൾ എല്ലാവരും നന്നായിട്ട് സ്റ്റിക്ക് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് പഠിച്ചു, ഒരാളൊഴിച്ച്. അതിനുശേഷം നമ്മൾ ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന റൈസ് സ്റ്റിക്കി റൈസ് ബൗളാണ്. ഇതിൽ ഒരു ഉണക്കമീനുണ്ട്, പകുതി ബോയിൽ ചെയ്ത ഒരു എഗ്ഗ് ഉണ്ട്, ഒരു പിക്കിളുണ്ട്, പിന്നെ കുറച്ച് പീനട്ട്സ് ഉണ്ട്. അതിനുശേഷം ഒരു ക്യാബേജ് പിക്കിളുണ്ട്. അതും നൈസായിരുന്നു. കൂടെ ഒരു ചിക്കൻ കറി. എനിവേ ഞാനത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല, കാരണം ഒരുപാട് സ്വീറ്റ് ഐറ്റം കഴിക്കാൻ യെസ്, നമ്മളിനി പോകാൻ പോകുന്നത് ഒരു ഡെസേർട്ടിൻ്റെ മാത്രം ഏരിയയാണ്. ഇതും ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഒരേപോലെ തന്നെ ടൈമിൽ വിസിറ്റ് ചെയ്യാൻ പറ്റും. എനിവേ ആംബിയൻസ് എല്ലാം അടിപൊളിയാണ്. ഇൻറ്റീരിയർ വർക്കെല്ലാം എസ്പെഷ്യലി ബാംഗ്ലൂർ ആകുമ്പോൾ പറയേണ്ടതില്ലല്ലോ. എനിവേ ഇൻറ്റീരിയർ എല്ലാം ഒരു വാം ഫീലാണ്. നമുക്ക് ക്രൗഡഡ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ല കേട്ടോ. ഇവരിൽ ഒരുപാട് ചോക്ലേറ്റ് ഐറ്റംസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ചോക്കോ എക്ലേസും തിരാമിസും, അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫേവറേറ്റായ മാംഗോ ട്രഫിളാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സർവീസ് എല്ലാം അടിപൊളിയാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. വളരെ ഫാസ്റ്റാണ്, അഫോർഡബിൾ പ്രൈസാണ് കമ്പയറിങ് ഇന്ദിരാനഗറിലുള്ള ഷോപ്പിംഗ് മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. എനിവേ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇന്ദിരാനഗർ വരികയാണെന്നുണ്ടെങ്കിൽ 100 ഫീറ്റ് റോഡിലുള്ള ഈ 2 പ്ലേസ് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. എന്നാൽ അടിപൊളി ഫുഡാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. നമ്മൾ തറലി എൻജോയ് ചെയ്ത ഒരു ഈവനിങ് ആണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.